Oh, hello guys, welcome back to the another video of Skeleton Bond. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. വാവ്, ഇതൊരു അടിപൊളി ഗെയിമാണ് ഗൈസ്. എല്ലാവർക്കും അറിയാം, ഈ ഗെയിമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നുവെച്ചാൽ നമ്മളെ മൊബൈൽ ഗെയിംസിൽ ഈ ബസ് സിമുലേറ്ററിൽ ഏറ്റവും ബെസ്റ്റ് ഗെയിം എന്ന് അറിയപ്പെടുന്നൊരു ഗെയിമാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ. ഗ്രാഫിക്സ്, ഒറിജിനാലിറ്റി, വെതർ, അതെല്ലാം ഭയങ്കര ഒറിജിനാലിറ്റിയാണ്. ഇതാണ് എൻ്റെ ബസ് ഗൈസ്. യെസ്, ഇത് എങ്ങനെ ചെയ്യുന്നുണ്ട്, ഏത് ആപ്പ് കൊണ്ടാണ് ഇങ്ങനത്തെ ബസ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഫസ്റ്റ് എൻ്റെ ബസ്സിൻ്റെ ഹെൽത്ത് 89 ഒന്ന് ശരിയാക്കട്ടെ. പക്ഷേ ഇതല്ല ഗാരേജ് പോയിട്ട് ഓക്കെ. പൈസ ഇല്ല ഗൈസ്. ഞാനിപ്പം ഒരു പരസ്യം കണ്ടിട്ട് വരാം. ബൈ. ഓക്കെ ഗൈസ്, ലോങ് ഒരു വലിയ ഏഡ് കണ്ടിട്ട് നമ്മളിപ്പം ഒന്നും കൂടി വന്നിരിക്കുന്നു. യെസ് ഗൈസ്, ലെറ്റ്സ് ഗോ. ഓക്കെ, ഫുൾ റിപ്പയർ ആയിരിക്കുന്നു. ഇപ്പം ഇന്ന് പാങ്ങ രസം കാണാൻ ഞാൻ കുറച്ച് ഈ ബസ്സിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നു. പിന്നെ ഞാൻ ഈ ബസ് തൊട്ടിട്ട് ഈ ഗെയിമും തൊട്ടിട്ട. ഇന്ന് ഒരു പുതിയ സീരീസാണിത്. കരിയർ മോഡ് സ്റ്റാർട്ട് ന്യൂ. യെസ്, എന്നുവെച്ചാൽ ഈ മാപ്പ് തൊട്ട് ഈഴത്തെ ഏറ്റവും ലാസ്റ്റ് ചങ്ങായി ഏറ്റവും കഴിഞ്ഞ മാപ്പ് എത്രയും ഓക്കെ. എന്നുവെച്ചാൽ ബാൻഡ എക്കെ നിറവയ്ക്കിൽ ബാൻഡ എക്ക തൊട്ട് ഡെൻസ്പേസർ. ഓക്കെ, ഡെൻസ്പേസർ അത് മൈൻക്രാഫ്റ്റിൽ ഒരു ഒബ്ജക്റ്റ് ഡെൻസ്പെസ്റ്റർ അല്ല, അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട്. ഡിസ്പെസറാ, മറന്നുപോയി. ഇങ്ങനെ ഞെക്കുന്നേ പിസ്റ്റണല്ല, സ്റ്റിക്കി പിസ്റ്റണല്ലേ, അതല്ല. ഡിസ്പെൻസർ. ഡിസ്പെൻസർ യെസ് കിട്ടി. ഡിസ്പെൻസർ. ഇത് ഡെൻപസർ, ഡിസ്പെൻസർ ഒരേപോലെ ഇല്ല കാണാനല്ലേ. ഓക്കെ, ദിസ് അവർ സ്റ്റാർട്ടിങ് ഗൈസ്. ലെറ്റ്സ് ഗോ. ഏഡ് വേണ്ട ഗൈസ്. ഓക്കെ, ലോഡാവുന്നു ഗൈസ്. രാത്രി കിട്ടണമായിരുന്നു, രാത്രി വൈകാണ്. ഏതാണ് ഇൻറ്റീരിയർ ഗൈസ്. പിന്നെ ഇൻറ്റീരിയർ മാറ്റുന്ന ഏതെങ്കിലും മോഡ് ആപ്പാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈ വെബ്സൈറ്റ് വേണ്ട. വെബ്സൈറ്റ് എനിക്ക് ഇതില്ല. ഈ മോഡിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റിൽ പറയണം. എനിക്ക് ഇൻറ്റീരിയർ മാറ്റണേ. ഒരു മെഴ്സഡീസിൻ്റെ ബസ്സില്ലേ, അതിൻ്റെ ഇൻറ്റീരിയറാണ്. സെറ്റാണ്. ഓക്കെ, നമ്മളെ കണ്ണ് പുറത്തെടുക്കാം ഗായ്സ്. യാസ്, ഇതെങ്ങനെ കിട്ടും പറഞ്ഞാൽ മോഡൊന്നും കയറ്റേണ്ട ആവശ്യമില്ല ഗൈസ്. ഇത് മാർക്കറ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഗാരേജ് പോയാൽ ഇവിടെ ലൈറ്റില്ലേ, ഇവിടെ ബട്ടൺ ഞെക്കിയാൽ ഇതാ പാമ്പിൻ്റെ കണ്ണ് ഇത് കിട്ടും. ഞാൻ ഇതാണ് കുറച്ച് അടിപൊളി കാണാൻ. ഓക്കെ, മൾട്ടിപ്ലെയർ മോഡിന് 40 റുപ്പീസ്. ഒറിജിനലാണ് അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, ആഡ് വന്നാൽ ഞാൻ സ്കിപ്പ് അടിക്കും കേട്ടോ. ഓക്കെ, ന്യൂ സ്റ്റാർട്ട്. ലൈറ്റ് ഓൺ, സെറ്റ്. ഇനി ഫസ്റ്റ് മൂവ് നമുക്ക് എടുക്കാം. യെസ്,
ഇത് സ്കിപ്പ് അടിക്കുക ഗൈസ്, അതാണ് നല്ലത്. ഇത് കുറേ സമയത്ത് ഞാൻ തുടങ്ങിയാല. ഞാൻ ഔട്ട്ഡോർ എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യില്ല, ഞാൻ ഇൻസൈഡ് ഔട്ട്ഡോർ ഇൻഡോർ എടുത്തിട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. അതുപോലെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവുകയാണ് ഗൈസ്. ഐ എം സോ എക്സൈറ്റഡ്. ഇപ്പം തന്നെ എൻ്റെ ഫോൺ ചൂടാവാൻ തുടങ്ങി. ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാവുന്നത് നമ്മേ ഇതല്ല എടാ, ഇതാണ് മോനെ എൻ്റെ ഇഷ്ടപ്പെട്ട ഈലി. ഞാൻ പ്രോ ആണ് ഗൈസ്, വെടിവാണ് ഞാൻ. ഓക്കെ, അത് ചെറിയ സ്റ്റക്കാ ഗൈസ്. അത് ചെറിയൊരു സ്റ്റക്കായിന്. അത് ഇപ്പം ശരിയാക്കട്ടെ. ഓക്കെ സെറ്റ് ഗൈസ്, പോവാ ആയിട്ടാ. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. ലൈറ്റ് ഓഫ് ആയി. പെട്രോൾ 175 ലിറ്റർ. ഓക്കെ സെറ്റ്. 175 ലിറ്ററെല്ലാം മതി. പൈസയില്ല ഞാൻ എന്നറ കിട്ടും. ലെറ്റ്സ് ഗോ. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചാൾ സംസാരിക്കുന്നത് കാണും. ഓക്കെ, സോറി. ഇനിയിപ്പോൾ ഹാളിലാണ് റെക്കോർഡ് ചെയ്യുന്നു. റൂമിൽ പോയാൽ ഭയങ്കര ചൂടാണ്. ഫാൻ ഇട്ടൂടെ പറഞ്ഞപ്പോൾ ഫാൻ ഇട്ടാൽ ഫാനിൻ്റെ ഒച്ച ഇതിൽ കേട്ടിട്ട് എൻ്റെ വോയിസ് കേൾക്കില്ല, ഫാനിൻ്റെ സൗണ്ട് കാരണം. ആള് ചെറുതായിട്ടൊരു തണുപ്പ് വരുന്നുണ്ട്. തണുപ്പ് പറയുകയില്ല, ഇന്ന് ചൂട് തന്നെ. അതിൻ്റെ അപ്പം ഈ ഫോണിൻ്റെ കയ്യില. ഇന്നോവ റെഡ് ലൈറ്റ് ഇഗ്നോർ ചെയ്തു. പിന്നെ എനിക്ക് ഷോർട്ട് കട്ടൊന്നും അറിയില്ല കേട്ടോ. ഷോർട്ട് കട്ട് പറയുന്ന ഏതെങ്കിലും യൂട്യൂബർ ഉണ്ടെങ്കിൽ അതിൻ്റെ .com കമൻറ്റിൽ വരും. ഷോർട്ട് കട്ട് കണ്ടെടുത്തിട്ട് വേഗം പണിയെടുക്കാൻ. മഴ വരുന്നുണ്ട് ഗൈസ്. മഴയിൽ ഞാൻ എപ്പോഴും റെഡാക്കും. റെഡല്ല, മാക്സ് സ്പീഡ് വൈപ്പറിൻ്റെ. അതൊന്നും അറിയില്ല. പിന്നെ ഞാനും ഈ മറ്റേ ചങ്ങയിലെ ഗെയിമറിയോക്ക് 699 ഒരു ഞാൻ ഫ്രണ്ടാണ് ഗൈസ്. എന്ന് വെച്ചാൽ നമ്മൾ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഓനെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. യെസ്, ഞായറാഴ്ച ഫ്രീ ഫയറിൻ്റെ ലൈവ് ഇടും. പിന്നെ മൈൻക്രാഫ്റ്റ് സീരീസ് നമ്മൾ രണ്ടാളും മൾട്ടിപ്ലെയർ കളിക്കും. നമ്മൾ ഫ്രണ്ടാണ് ഗൈസ്. പക്ഷെ മൈൻക്രാഫ്റ്റ് മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ എന്തോ സൈൻ ഇൻ എല്ലാം ചെയ്യണം. അത് കുറച്ച് റിസ്ക്കിയാണ്. പക്ഷെ എനിക്ക് ആ റിസ്ക് എടുക്കാൻ എനിക്ക് വലിയ ധൈര്യമില്ല ഗൈസ്. എന്നുവെച്ചാൽ എൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിലത്തെ പൈസ പോയാലും എൻ്റെ അമ്മ പറക്കി തൈക്കുള്ളിലെറിയും. അതുകൊണ്ട് കുറച്ച് പ്രശ്നമാകും. പിന്നെ കാർസിൻ്റെ ഗെയിമാണെങ്കിൽ അതും എൻ്റെ ഈ അണ്ണനോട് പറഞ്ഞു ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കണ്ടെത്തി തരാം എന്നും പറഞ്ഞു ഞാൻ ആ ഗെയിം കളിക്കും. പക്ഷെ പൈസ കൊടുത്തിട്ട് ആ ഗെയിം വേണ്ട കേട്ടോ. പറഞ്ഞോ അതിലത്തെ ഏതെങ്കിലും ഫേക്ക് ഗെയിം എടുത്തിട്ട് വരാം. ടോപ്പിൽ പ്ലേറ്റാൻ കണ്ടിട്ടേ റോബ്ലോക്സിലിട്ട് ഞാൻ കളിക്കും. പക്ഷെ നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു, അതല്ലേ രസം. അടിപൊളിയാണ്. യൂട്യൂബിൽ ഈ വീഡിയോ ഇടുന്നോണ്ട് വേറെ വിളിക്കാനും കഴിയില്ല. ഇല്ലെങ്കിൽ ഇപ്പം ചാമുട്ടി.
ഈ ലൈറ്റ് പോസ്റ്റ് ഉണ്ട്, ഇതാ ഈ ലൈറ്റ് പോസ്റ്റ്, അത് ഈ അപ്ഡേറ്റിൽ വന്നതാ, കഴിഞ്ഞ അപ്ഡേറ്റ് അറിയില്ല. പിന്നെ ബസ് സ്റ്റോപ്പിൽ ചില ചെങ്ങൈമാരിക്കും, എന്നിട്ട് സ്റ്റോപ്പ് എത്തിയിട്ട് വാതിൽ തുറന്നു കൊടുത്താൽ അവർ കയറും. പക്ഷെ ഞാൻ ഇതുവരെ ഒരു ചെങ്ങൈമാരെയും കണ്ടിട്ട് സത്യം പറയാലോ. ഓ കൊതുക് വരാൻ തുടങ്ങി. ഞാൻ സന്ധ്യക്കാന്ന് ഇപ്പം റെക്കോർഡ് ചെയ്യുന്നു. ഞം ഞം ഞം. നമ്മ വാണം ഡ്രൈവറാണ് ഗൈസ്. എന്നെ ഞാൻ ബസ്സിലോട്ട് ഇറക്കുമ്പോൾ വാണം ഡ്രൈവറെ വിളിച്ചത് തന്നെ. ഡേ ചെങ്ങ ഡേ 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 ഇന്ന് ഇവിടെ നടക്കുന്നേ, ഇന്ന് ഇങ്ങ് കളിക്കുന്നു. എട മുന്നേ. ഓക്കെ, സണ്ണിയുടെ ആയിട്ടുണ്ട്, നല്ല കാര്യമായിട്ട്. എങ്ങോട്ട് പോകണ്ട, നേരെ പോയത്. നമുക്ക് ചെറുങ്ങനൊന്ന് ക്യാമറ ചേഞ്ച് ചെയ്യാം ഗൈസ്. വാവ്, ബ്യൂട്ടിഫുൾ ബസ്, ബ്യൂട്ടിഫുൾ ബസ്, നൈസ്. വാ എനിക്ക് ഈ പോവില് എന്നുവെച്ചാൽ ഈ ഒരു ക്യാമറ സ്റ്റൈലിലാണ് എനിക്ക് ബസ് ഓടിക്കാൻ ഇഷ്ടം. എന്നുവെച്ചാൽ മുമ്പിലെല്ലാം കാണുമല്ലോ, ബാക്കായാൽ കാണുമല്ലോ അത്. ഗ്രീൻ ലൈറ്റ് ആയോ? ട്രാഫിക് റൂൾസ് നമ്മൾ ഗൈസ്. എന്നെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന കണ്ടിട്ട് അമ്മ മനഃപൂർവ്വം എന്നോട് സംസാരിക്കുന്നു ഗൈസ്. ഒന്ന് ചെയ്യണ്ട അമ്മേനൊക്കെ. ഓക്കെ, ബാക്ക് ടു വീഡിയോ. ഇങ്ങനെ സൈലൻസ് ഇല്ലാണ്ട് ഓടിക്കാൻ എന്ത് രസമുണ്ട്, നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ. ഇവരെന്താ ഇങ്ങനെ കാർ ഓടിക്കുന്നത്? ബാക്കിൽ നിന്ന് കര വെച്ചേക്കുന്നുണ്ട്, അതമ്മ വെച്ചേക്കുന്നത് ഗൈസ്. ഈ അമ്മേനെ കൊണ്ട് ഭയങ്കര ചോറയാണല്ലേ. ചോറയല്ല, നമ്മൾ വളർത്തുകയല്ലോ. അമ്മ മനഃപൂർവ്വം സൗണ്ടാക്കുന്നു എന്നല്ലേ ഈ അമ്മേനെ കൊണ്ടിരുന്ന് ചെയ്യണ്ട്. എടാ, ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അമ്മ മനഃപൂർവ്വം, സീരിയസ്ലി മനഃപൂർവ്വം സൗണ്ടാക്കുന്നു. എന്നാലും അമ്മക്ക് ബ്രോ ഇങ്ങനത്തെ അമ്മ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് ചെയ്യാനാ ഏട്ടനപ്പം അല്ല അമ്മേനപ്പം ഏട്ടനും കൂടി ഇരിക്കുന്നു ഗൈസ്. Let's go. ഗൈസ്, ഞാൻ സ്ഥലം മാറി. എന്നുവെച്ചാൽ ഞാൻ ഹാളിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് അമ്മയും ഏട്ടനും ഭയങ്കര സ്വച്ഛം. ഹാളിൽ നിന്നല്ലേ റെക്കോർഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് വന്നു. വെടിവാണം പോലെ പോവാം. വെടിവാണം. യെസ് ഗൈസ്, 25 FPS, 24 FPS. Why bro? Why? 13 FPS എന്താ പോയാൽ? ഓക്കെ 30 FPS പോയാൽ ഗെയിം പ്ലേ ഒക്കെ ഉണ്ടാകുന്ന വെച്ചു. പിന്നെ ഈ ഗെയിമിലത്തെ എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെങ്കിൽ ചോദിച്ചോ, അണ്ണൻ ഈസ് ഹിയർ. പക്ഷെ എനിക്കറിയാത്ത ചോദ്യം ചോദിച്ചാൽ ഞാൻ അറിയില്ല പറയും ഗൈസ്.
അതെങ്ങനെടാ ഓവർടേക്ക് ഹാക്ക് അത്രയും പലരും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. എന്നാലും അടി കാർ മാറാടുന്നു. നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് പോയാലോ? യെസ്. ഇനി നമുക്ക് വടിവാണം പോലെ ഈ ട്രക്കിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യണം. ഓക്കെ, ഓവർടേക്ക് ചെയ്തു. ഇനി അടുത്ത വീടിന്ന് നമുക്ക് കയറാം. യെസ് ഗൈസ്, ഇങ്ങനെയല്ല അവതാരം ഇതാക്കണം, എന്നാലാണ് ഗെയിം ഒരു സുഖാവുക. എന്നാൽ വേഗം എത്തുകയും ചെയ്യുക. എന്തിനും ഇങ്ങനെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. കഷ്ടപ്പാടാണ്. എന്തായാലും ഇന്ന് രസമാണ്. പക്ഷെ തിരക്കില്ല റോഡ്. ഇതെന്താ തിരക്കില്ല ഇപ്പം, എന്താണെന്നറിയില്ല. മുമ്പിലൊരു കാറും ഇല്ല. എൻ്റെ അമ്മേ, എനിക്ക് ഇങ്ങനത്തെ റോഡ് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നറിയില്ല. ഈ ഹൈവേ, ഇത് ഹൈവേ അല്ല, NH നാഷണൽ ഹൈവേ. നാഷണൽ ഹൈവേ തന്നെ. ഗൂഗിൾ ചെയ്യിക്കും നാഷണൽ ഹൈവേ. ഞാൻ ഗൂഗിൾ അടിച്ച് നോക്കുന്നു, എന്നിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. റോങ് വേ ഉപയോഗിക്കാം ഗൈസ്. ഇതെപ്പോഴും ഉപയോഗിച്ചുകൂടാ. അപ്പുറത്തെ കാറ് വന്നാൽ പക്ഷെ അത്രക്ക് പ്രോ പ്ലെയർ ആണെങ്കിൽ കുഴപ്പമില്ല. ഈ ബ്ലൂവിൽ നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാം. അടുത്തതിന് നമുക്ക് പോവാം. ഓക്കെ ഗൈസ്, അതുപോലെ അതും ഓവർടേക്ക് ചെയ്തു. 3 കാർ ഓവർടേക്ക് ചെയ്തു. ഇങ്ങനെ നൈസ്. ഇനി പോവണ്ട ആവശ്യമില്ല. ഓ മൈ ഗോഡ്, അപ്പോഴത്തെ ഒരു കാർ വരുന്നില്ലേ? വന്നു. ഞാൻ പറഞ്ഞിട്ട് നാവ് എടുത്തിട്ട് കാർ പോയി. കാറല്ലോ. യെസ്. പിന്നെ 17 മിനിറ്റായി. ഞാൻ എല്ലാ വീഡിയോയിലും ഒരു സ്ഥലം കവർ ചെയ്യും. എന്നുവെച്ചാൽ വൺഡേ എഗ്, പിന്നെ നമ്മൾ മേടൻ, അങ്ങനെയില്ലേ ആ ഒരു ട്രിപ്പ്. ഒരു എപ്പിസോഡിൽ ഒരു ട്രിപ്പ് മൊത്തം കംപ്ലീറ്റ് ചെയ്യും. അത് നൈസായിരിക്കും. സ്പോഞ്ചിബോബിൻ്റെ സോങ് നൈസ് സോങ്ങാണ്. എൻ്റെ ഗ്രാമ ബസൂക്കനൊപ്പം മരിച്ചിട്ട് ഒരു പാട്ട്. ആ പാട്ട് ഞാൻ അയച്ചുതരാം, ഷോർട്സ് ഇട്ടാം. നോക്കാം. ഞാൻ ഇടൂല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞു. ഞാൻ പല സംഭവങ്ങളും ഞാൻ വെറുതെ പറയും. പക്ഷേ ഞാൻ അത് കമൻറ്റിലിട്ടേ ഞാൻ ഇടും, ഞാൻ വീഡിയോയിലിടും. പക്ഷെ ആരും കമൻറ്റ് ഇടുന്നില്ലടാ. ഈ ലോറിക്കാരൻ്റെ ഇടുന്നെങ്കിലാ എൻ്റെ ട്രക്കിന്, ട്രക്കല്ല ബസ്. ബിൽഡ് ക്വാളിറ്റി ഹൈ ലെവൽ. ഇതറ ഒന്നും ആയിട്ടല്ല, ഒരു സ്ക്രാച്ച് ആയിട്ട്, ഒരു മടി അല്ല, ഒരു പൊടി പിടിച്ചിട്ടുണ്ട്, ചളി ആയിട്ടുണ്ട്. ഇതെന്താ പോകത്തെ ആക്സിലേറ്റർ അങ്ങനെ ചവിട്ടിട്ടോ. 104 110 ആ സ്പീഡിലാണ് പോകുന്നത്. ഇന്ന് വീടാണ്. ഓക്കെ, ആഡ് കഴിഞ്ഞു. ആഡ് വരുമ്പോൾ ഞാൻ ഒന്ന് ഇതാക്കൂട്ടാ, ഇനി സ്കിപ്പ് അടിക്കും. ലെറ്റ്സ് ഗോ. നമ്മളിപ്പോൾ മാഡൻ എത്തിയിരിക്കുന്നു. ദിസ് ഇസ് മാഡൻ. നൈസ്. ഒരു ഹോൺ ഓടിക്കാം. അമ്പനി മൂട് എടാ, സ്പീഡ് പോടാ. ഇത് ഏതാണ്? 30 FPS മാക്സ് FPS ആണ് ഇത്. മാക്സ് FPS 11:23 സമയമായി ഈ ഗെയിമിന് സമയം. നോക്കാറ് എന്താ സ്മൂത്ത് പോകുന്നു. 30 FPS പോകുന്നു. അത് ഈ ഗെയിമിലത്തെ മാക്സ് FPS ആണ്. നൈസ്, ഗുഡ്. അതുകൊണ്ട് ഇങ്ങനെ ബട്ടർ സ്മൂത്ത് പോകുന്നു.
ഓക്കെ ഗുഡ്. ആ കീഴിലേക്ക് പോകാം ഗൈസ്. ചിലപ്പോൾ റൂഫ് മുട്ടാൻ സാധ്യതയുണ്ട് ആ വഴിയിലേക്ക് പോയാൽ. ഈ വഴിയിലേക്ക് പോയാൽ റിസ്ക് കുറവാണ്. ഞാൻ ആ റിസ്ക് എടുക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞാൻ വളവോക്കറ വളവ് ഇങ്ങോട്ടാണ് ബൈ. എന്ന് ബൈ കളിക്കുന്നു ബൈ മതി ബൈ. ഓക്കെ അതുപോലെ ഒരു പാസഞ്ചറിനെ അല്ല എത്ര പാസഞ്ചറുണ്ട്? ഒരു ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു ഗൈസ്. ഏതറാ അടിപൊളിയായി. സ്കിപ്പ് നോ താങ്ക്സ്. 30 രൂപ കിട്ടിയിരിക്കുന്നു. 30 രൂപ നമ്മൾക്ക് ഷെയർ ആയിരിക്കുന്നു ഗൈസ്. അയ്യോ ഓക്കെ ഗൈസ്, ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇങ്ങനത്തെ ഇന്തോനേഷ്യ വീഡിയോസ് ബസ് മിലിറ്ററി ഇന്തോനേഷ്യ ഗെയിംസ് വേണമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിടും. അത്രയുള്ളൂ. ഇനി ഒരു അടുത്ത അടിപൊളി ഗെയിമുമായി കിട്ടുന്നില്ല വായിൽ. ഇനി അടുത്ത അടിപൊളി ഗെയിമും ഓക്കെ ഗൈസ്. ഇനി അടുത്ത ഗെയിമുമായി എന്തെങ്കിലും ആവട്ടെ ഗെയിമുമായി കാണുന്നവരെ ഗുഡ് ബൈ.